തോട്ടപ്പള്ളി ഫിഷറി സ്റ്റേഷനിൽ നിന്നുള്ള അറിയിപ്പ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വർഷത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. അന്യസംസ്ഥാന മത്സ്യബന്ധന യാനങ്ങൾ ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകേണ്ടതാണ്. കടൽ രക്ഷയുടെയും തീരസുരക്ഷയുടെയും ഭാഗമായി എല്ലാ മത്സ്യത്തൊഴിലാളികളും QR കോഡുള്ള ആധാർ കാർഡ് കയ്യിൽ കരുതേണ്ടതാണ്. ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് തുടങ്ങിയവ മതിയായ എണ്ണം യാനങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. GPS, വയർലെസ് സിഗ്നൽ ലൈറ്റുകൾ മുതലായ ദിശാനിർണയ വാർത്താവിനിമയ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി സൂക്ഷിക്കേണ്ടതാണ്. കടലിൽ പോകുന്നവർ യാനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, പെർമിറ്റ്, ഇൻഷുറൻസ് രേഖ എന്നിവ കരുതണം. ചെറുമീനുകളെ പിടിക്കരുത്. ചൂട, കൊഴുവ വല ഉപയോഗിച്ച് മത്തി, അയല, മറ്റു മീൻ എന്നിവയെ പിടിക്കരുത്. ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഇൻബോർഡ് വള്ളത്തോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ. മറ്റു വള്ളങ്ങളിൽ മീൻ പകർത്തിക്കൊണ്ടുവരാൻ പാടില്ല. വള്ളങ്ങൾ ഒറ്റയ്ക്കോ ഇരട്ടയായോ ബോർഡ് ഉപയോഗിച്ച് ട്രോളിംഗ്, അതായത് മിനി ട്രോളിംഗ് നിരോധിച്ചിട്ടുള്ളതാണ്. മത്സ്യബന്ധനയാനങ്ങൾ കളർ കോഡിംഗ് പാലിക്കണം. രജിസ്ട്രേഷൻ നമ്പർ വള്ളത്തിന് ഇരുവശവും മഞ്ഞയിൽ കറുപ്പക്ഷരത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം. ട്രോളിംഗ് നിരോധന കാലയളവിൽ രാസവസ്തുക്കൾ കലർന്നതോ പഴകിയതോ ആയ മത്സ്യം വരുന്നത് തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കർശന പരിശോധന നടത്തും. ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തോട്ടപ്പള്ളി ഫിഷറി സ്റ്റേഷനിൽ തുറന്നു പ്രവർത്തിച്ചു വരുന്നു. കൺട്രോൾ റൂമിലേക്ക് 0477297707 എന്ന നമ്പറിലേക്കോ 9447967155 എന്നീ നമ്പറിലേക്കോ വിളിച്ച് വിവരങ്ങൾ അറിയിക്കാവുന്നതാണ്.